അയ്യോ എന്താണ് അയ്യോ ഇത് പുകയാണ് ഇവിടെ കോപ്പ് ഇപ്പഴാണ് ക്ലിയർ ആയത്. അയ്യോ ഡി നിങ്ങൾ ലൈറ്റിന്റെ അകത്തോട്ട് കയറണം, ഇരുട്ടത്ത് കയറിയോ? അയ്യോ ഞാൻ അകത്തോട്ട് കയറണം. കൊച്ചവിടെ കൊച്ചവിടെ ഗൈസ്? ഗൈസ് ഇതാണ് സോഡ, ഇതാണ് VST. എന്റെ വ്ളോഗാണ് ഗൈസ്. ഞാനിടും. വെൽക്കം വെൽക്കം. ഇതാണ് നമ്മളെ ഗെയിമേഴ്സ് ഓഫ് ദ PUBG. അങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. സോഡയും VSTയും അവർ കപ്പിൾസാണ്. അപ്പോൾ നമ്മൾ ജപ്പാനിൽ പോയിട്ട് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇതൊക്കെയാണ് ഗൈസ് ജപ്പാനിൽ നമുക്ക് കിട്ടിയ സാധനങ്ങൾ. എന്തൊക്കെയോ കിടിലൻ സാധനങ്ങൾ. ഇതെന്താടേ? ജാപ്പനീസ് സൂനിയർ മാഗ്നറ്റ്, യോക്കോഹാമ ജപ്പാൻ, മെക്കഡമിയ, മൈലോ, കിറ്റ്കാറ്റ്, അതെനിക്ക്. ഇതൊക്കെ എന്തൊക്കെയോ ഐറ്റംസ്. എന്താണ് അതോ? എന്തോ ബ്രെഡ് സ്റ്റിക്കാണോ? ജപ്പാനിലൊരു 9/11 കിട്ടുന്ന ഈ സാധനങ്ങൾ. ചിലപ്പോൾ നല്ല കടകൾ 4 വെച്ചത്. ഇതാണോ പറഞ്ഞ ഫാന്, മറ്റേ ജാപ്പനീസ് മറ്റേ വീശറി. നൈസ്. ഇത് നമുക്ക് നോക്കാം. ഇതെല്ലാം മറ്റേ ബോർബണിൻ്റെ സാധനങ്ങൾ കേട്ടോ, അടിപൊളി. മൈലോ ഉണ്ട് ഗൈസ്, മൈലോ ബോർബൺ. കിറ്റ്കാറ്റ് ഏത്? സ്ട്രോബെറി. ഈ ബോർബൺ നൈസാണോ? ഓക്കെ ഗൈസ്, ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആണ് മൈലോ കിറ്റ്കാറ്റ്. കൊള്ളാമല്ലേ? ഒരു ആഫ്റ്റർ ടേസ്റ്റ് അടിപൊളി. നൈസ്, കൊള്ളാം. ഒരുപടി മുന്നിൽ. കട്ട ടേസ്റ്റ്. അടുത്ത ട്രൈ ചെയ്ത് നോക്കട്ടെ. സ്ട്രോബെറി വേഫർ. അതല്ലേ, ഇതുവാണെങ്കിൽ ഒരു 10-15 തിന്നുകൊണ്ടിരിക്കാം. നൈസാണ്. ടേസ്റ്റ് നോക്കിയേ. ലെറ്റ് മീ നോ ഹൗ ഇസ് ദ ഡിഫറൻസ്. അങ്ങനെയുണ്ട്. സ്ട്രോബെറി മിൽക്ക് പോലെ. കറക്റ്റ് കിട്ടി. സ്ട്രോബെറി മിൽക്ക് ഗൈസ്. ഓക്കെ, അടുത്തത്. വാവ്, ഫ്രം ജപ്പാൻ. ജപ്പാൻ നിന്ന് വന്ന സാധനം. ചൂടത്തിന് ഇതും കൊണ്ടേ നടക്കുള്ളൂ ഞാൻ. സൂപ്പർ വില്ലജ്. നോക്കാം. Is it tasting exactly like Milo? Not really, no, but it's tasty. Better than dark chocolate. Dark chocolate ഒന്നുമല്ല പൊടി. മൈലോയുടെ ടേസ്റ്റ് ഇല്ല. മൈലോയുടെ ടേസ്റ്റ് ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഇത് ബിസ്ക്കറ്റ് വേണം. ജാപ്പനീസ് ബിസ്ക്കറ്റാ. ബനാനയുടെ ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്. അടിപൊളി സാധനം. നൈസ് ആട്ടാ, അടിപൊളി സാധനം. ഇതൊന്ന് ജാപ്പനീസ് ബിസ്ക്കറ്റ്, ഫ്രൈഡ് ബിസ്ക്കറ്റ്. അടിപൊളി. ഇതെന്താണ് ഞാൻ എൻ്റെ വീശിക്ക് കൊണ്ട് നടക്കാൻ. ജാപ്പനീസ് വില്ലേജ്. എന്തോ ഗൈസ് ശാസ്ത്രം കിട്ടിയത്. ടാഞ്ചിറോര മിനിയേച്ചർ. അവരെ ജപ്പാനിൽ നിന്ന് കിട്ടി. താങ്ക്സ് ഡി, താങ്ക് യു സോ മച്ച്. നല്ല സാധനം കേട്ടാ. ഞാൻ ചോക്ലേറ്റൊക്കെ മറ തിന്ന് കുറേയൊക്കെ. മൈലോരെ കിറ്റ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ തിന്നു. ഇവിടെ ബിസ്ക്കറ്റ് കൊള്ളാമല്ല, ജാപ്പനീസ് ബിസ്ക്കറ്റ്. നല്ല ഒരുമാതിരി നീണ്ടിരിക്കണ ഒരുമാതിരി ബനാന ബിസ്ക്കറ്റ് പോലത്തെ. സ്ലിം ആയിട്ടുള്ള അല്ലേ, ബ്രെഡ് പോലെ ഇരിക്കണ.
കൊള്ളാം കേട്ടോ, നൈസ്. കൊള്ളാം ഗൈസ്. നമ്മൾ വീണ്ടും ഇനി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തോ ഒരു ബോർബണ്ണിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, ആണോ? നൈസ്. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പ്രോൺസ് ഫ്രൈ, ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതെന്താണ്? അതിന് ഫ്രൈഡ് റൈസാണോ? ഇതെന്തോ ചിക്കൻ്റെ കറിയാണോ? അത് വെളിയിൽ നിന്ന് വാങ്ങിച്ചാണോ? ഇത് രണ്ടും വെളിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഗൈസ്. നമുക്കൊന്ന് പ്രോൺസ് ഫ്രൈയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും കോമ്പിനേഷൻ ടെസ്റ്റ് ചെയ്യാം. അവർ വിളിക്കണം ഫുഡ് ചെയ്യാം. ഗൈസ് കമോൺ, ഫുഡ് അടിക്കാം. വരൂ ഗൈസ്, വരൂ, ഫുഡ് അടിക്കാൻ വരൂ ഗൈസ്. പ്രോൺസ് ഫ്രൈ, ഇതെന്തോ ചിക്കൻ മീൻസ് ഓക്കി എന്ന് വാങ്ങിച്ചാണ്. ഇത് വീട്ടിലുണ്ടാക്കിയ ഫ്രൈഡ് റൈസ്. യെസ് ഗൈസ്, ഇതിലൊക്കെ എന്നെ നാച്ചുറൽ ബ്ലോഗർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ ഉണ്ട്. പക്ഷേ എൻ്റെ കൈ സൂമ് തട്ടിപ്പോണതാണ് പ്രശ്നം, പിടിക്കുന്നത് മാത്രമാണ് പ്രശ്നം. ഈ ക്യാമറ എൻ്റെ കൈ ആ പിടിയുണ്ട്, പിടി അവിടെ കാറിയിരിക്കും. ഞാൻ എന്നെ കാണാമല്ലോ അല്ലേ? ഞാൻ യൂസൊക്കെ ചെയ്യും. പിന്നെ ആ പിടിയാണ് സുഖം. അതെവിടെ എവിടെയെങ്കിലൊക്കെ വെക്കാം. കറി ഒരു ചൈനീസ്. ഓ പ്രോൺസ് വേറെ ലീഗ്. നൈസ്. വീട്ടിലെ ഫുഡാണെന്ന് പറയൂല, അല്ല വീട്ടിലെ ഫുഡാണെന്ന് ആയതുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ അടിപൊളി അല്ല സൂപ്പർ അല്ലേ? നമ്മൾ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല ഗൈസ്, അത് നാച്ചുറൽ റിവ്യൂ ആണ്. ഇങ്ങനെയുണ്ടോ ജാപ്പനീസ് ബിസ്ക്കറ്റ്? മൈൽഡ് ഫ്ലേവർ മാത്രം. അതങ്ങനെ കംഫർട്ട് ഫുഡാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ജപ്പാനിന്റെ മിഫുയു കിട്ടിയിരിക്കുകയാണ്. എന്നിട്ട് മിഫുയു എന്ന് അതൊക്കെ പറയാൻ കുറച്ച് പാടാണ്. മിൽഫുയിൽ എന്ന് പറയുന്ന ഡെസേർട്ട് പോലത്തെ എന്തോ സാധനമാണ്. പാക്കറ്റ് ഇതാണ് ഗൈസ്. ഇതിന്റെ പേര് ഇഷിയ എന്നാണ് ഇതിന്റെ പേര്, കമ്പനിയിലെ പേര്. ഓ ഇതിന്റെ അകത്ത് വേറെ ഉണ്ട് കേട്ടാ, വേറൊരു പെട്ടി. ആ ഡേ വെയിറ്റ് ചെയ്യേ. ഓ മൈ ഗാഡ്. ഓക്കെ, അൺബോക്സിംഗ് ഡൺ. മിഫുയു ഇഷിയ. നല്ല സെറ്റപ്പ് കേട്ടാ. ജപ്പാൻകാർ ഭയങ്കര ടീമുകളാണ്, ഭയങ്കര മറ്റേ അന്തസ്സുള്ളവരാണ്. ഓ മൈ ഗോഡ്. ഇതിന്റെ അകത്ത് ഇതാണ് സാധനം കേട്ടാ. സ്ട്രോബെറി ഓറഞ്ച് ആപ്പിൾ, സ്ട്രോബെറി ഓറഞ്ച് ആപ്പിൾ. ഓ അങ്ങനെ. ഓ ഇതിന്റെ അകത്ത് നമുക്ക് മറ്റേ സ്നേഹ സമ്മാനം, വെൽക്കം നോട്ട്. ഓ ജപ്പാനിലടാ, ഓറഞ്ചില് എന്തൊക്കെയോ ജപ്പാനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഒന്നും സാധനം ഇല്ല കേട്ടാ. അത് പറഞ്ഞ ഭാഷാ സ്നേഹികളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ഇനി ഇംഗ്ലീഷേ മിണ്ടരുത് ആരും. എനിക്ക് ആപ്പിൾ കഴിക്കണോ, സ്ട്രോബെറി കഴിക്കണോ, ഓറഞ്ച് കഴിക്കണോ? നിനക്ക് ഏത് വേണം? ഞാൻ ആപ്പിൾ തന്നെ എടുത്തു. അതുണ്ട്, അത് നമുക്ക് അങ്ങനെ ഒരു ഫുള്ള് കഴിക്കണമെന്നൊന്നുമില്ല. ഓ അമ്മ തന്നെ എഴുതിയിട്ടുണ്ട് ഓപ്പൺ. ഓ ഇങ്ങനെയാണോ? ആ മനസ്സിലായി, ഓപ്പൺ എന്നുണ്ട്. എൻ്റെ തന്നെ ഇങ്ങനെ തന്നെയാണ് ഓപ്പൺ. ഇങ്ങനെ ഓ ഇങ്ങനെ അത് മാത്രം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് ഓപ്പൺ. ഞാൻ അത് കണ്ടതുമില്ല. ഓക്കെ ഗൈസ്, ഞാൻ ജപ്പാനിൽ ഓപ്പൺ എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഓ ഇത് ഇങ്ങനെ നമ്മൾക്ക് മറ്റേ എളുപ്പത്തിന് ഇങ്ങനെ തുറന്നിട്ട്, മനസ്സിലായില്ലേ? ഓ വാവ്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് പതുക്കാം ഇങ്ങനെ തള്ളി ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട്. ഇതെന്തേ മൈസൂർ പാക്കാ? അവിടെ ജപ്പാനിലെ മൈസൂർ പാക്കാണ് കേട്ടാ. കാണാനൊന്നുണ്ടാ അടിക്കടാ. ഇതുവരെ ആ വേഫറും അതിൻ്റെ അകത്ത് ക്രീമും. എന്നാ നീ വേണമെങ്കിൽ ഉമ്മടിച്ചോ. ഏതോ തോട്ടത്തിൽ നിന്ന് പറിച്ച ആപ്പിൾ അപ്പൊ തന്നെ അമ്മമാരുണ്ടാക്കിയത്.
നിങ്ങൾ കഴിച്ചായിരുന്നോ? നിങ്ങൾ കഴിച്ചില്ലേ? ഇവിടെ ഒരു ആപ്പിൾ ഉണ്ടോ? ഓ അവിടെ വീട്ടിൽ കാട്ടം കണക്കിന് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടാ. വേണ്ടെന്നാകാ. ആപ്പിളും സിന്നമണും ഒക്കെ ഉണ്ട് കേട്ടാ. അതിന്റെ ടേസ്റ്റ് ഉണ്ട്. ഒരുമാതിരി ആപ്പിൾ പൈ പോലെ. നല്ല ടേസ്റ്റ്. ഒരുപാട് മധുരമൊന്നുമില്ല. പ്രോപ്പർ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന് ആപ്പിൾ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട്. അടുത്തത് നമ്മൾ ഓറഞ്ച് സ്ട്രോബെറി ടേസ്റ്റ് നമ്മൾ ഓൾറെഡി കിറ്റ്കാറ്റ് നമ്മൾ കഴിച്ചത്. തുറക്കാൻ തുറക്കുന്നു. ഇത് ഓറഞ്ച്. സ്ട്രോബെറി ആണ്. സ്ട്രോബെറി എല്ലാവരും കഴിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഓറഞ്ച് മുട്ടായി ഞാൻ കഴിച്ചിട്ടില്ല. ഇതാണ് ഓറഞ്ചിൻ്റെ ടെക്സ്ചർ. ലേയേഴ്സ് ഓഫ് സാധനങ്ങളാണ് ഈ മിൽഫ്യൂ എന്ന് പറയുന്ന സാധനം. ഇത് പേസ്ട്രിയാണ് സാധനം. ഓ നമ്മളെ നാട്ടിലെ പണ്ടത്തെ ഓറഞ്ച് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ. അത് ഞാൻ പറയട്ടെ, എന്റെ എക്സ്പീരിയൻസ് പറയട്ടെ. നീ വള നമ്മൾ പഴയ ഓറഞ്ച് ബിസ്ക്കറ്റ് ഇല്ലേ, നമ്മളെ ക്രീം ബിസ്ക്കറ്റ്. ഓ അതിന്റെ ഹൈടെക് വെർഷൻ. ഓ കിടിലൻ ടേസ്റ്റ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓറഞ്ച് ക്രീം ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ജപ്പാൻ എന്റെ കഴിഞ്ഞ ഫിനിഷായ അത്. ഒരെണ്ണോടെ ഉണ്ട് ഗൈസ് ഓറഞ്ച്. ഇപ്പൊ തന്നെ തിന്ന് നിർത്താലോ എന്ന് ആലോചിക്കുക. റിസ്ക് ആണ് ഇവിടെ വെക്കുന്നത്. എന്നാ ഗൈസ് അടുത്ത സ്ട്രോബെറി. ഇതും കൂടെ അൺബോക്സ് ചെയ്യട്ടെ. സത്യം പിന്നെ പിള്ളേരെ കൊണ്ടായിരുന്നു അൺബോക്സ് ചെയ്യിപ്പിക്കാനുള്ളത്. മുട്ടായിയൊക്കെ നമ്മൾ തിന്ന പ്രായം കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇത് സ്ട്രോബെറി ക്രീം തന്നെ ആയിരിക്കും. ഇതാണ് സ്ട്രോബെറിയുടെ അകത്തുള്ള ക്രീമും സ്ട്രോബെറിയും. എന്താ ഇത് പേസ്ട്രി ലേയേഴ്സും അകത്ത് ക്രീമും. അതാണ് സംഭവം. മിൽഫ്യൂ. ഇതാണ് ജപ്പാനിൽ പോകേണ്ടി വരുമല്ലോ ഇത് തിന്നാനായിട്ട്. ഇതൊക്കെ ഒന്നുമല്ല ജപ്പാന്റെ. കഴിച്ചു. ഇതാ തന്നെ സ്ട്രോബെറി ക്രീം. നീയല്ലേ സ്ട്രോബെറി മൊത്തം ദുബായ് വാങ്ങിച്ചു വെച്ചേക്കണം. അടിപൊളി അല്ലേ? സൂപ്പർ സാധനം. സ്ട്രോബെറിയും ക്രീമും. പക്ഷെ കട്ട ടേസ്റ്റ്. ഒത്തിരി മധുരം ഇല്ല ഇല്ലേ? ഒത്തിരി അങ്ങനെ മധുരമൊന്നും ഇല്ല. പെർഫെക്റ്റ് ആണ്. എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത്? ഭയങ്കര ഒരു ബട്ടറാണ്. ബട്ടർ. ആ പേസ്ട്രിയുടെ ലെയറിൽ എനിക്ക് തോന്നുന്നു ക്രീമും ബട്ടറും എല്ലാം ഉണ്ട് കേട്ടാ. മിൽഫ്യൂ കൊള്ളാം. അതിന് ഇല്ല കൊടുക്കാൻ. ഇനി 3 അത് നമുക്ക് വേണ്ട. മാക്കനെ തിന്നുന്ന ഷാസ് ഇന്നടി അവൻ റെക്കോർഡ് ആക്കിയില്ലടി. അവന് ഒരു ബോർബന്റെ ബിസ്ക്കറ്റ് കഴിച്ച് ഇവ റെക്കോർഡ് നിൽക്കിയില്ല. ആ ചിരി കേട്ട ആരാണെന്ന് മനസ്സിലായല്ലേ? ഓക്കെ ഗൈസ്, ഇത് കഴിക്കാം. മക്കഡാമിയ. എനിക്ക് മക്കഡാമിയ നട്ട്സിന്റെ എന്തെങ്കിലും ആണോ? നട്ട് തന്നെ ഞാൻ വേണ്ട. തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അതിന്റെ കൂടെ ചോക്ലേറ്റ്. ഓ ഇത് പൊളി സാധനം. ഇവിടെ ഇത് അടിപൊളി കേട്ടാ. ഇത് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ആദ്യം രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് റിയാക്ട് ചെയ്യുന്ന നോക്കാം. മുഖഭാവം പെട്ടെന്ന് ഇങ്ങനെ പോപ്പിംഗ് ആൻറ്റീരിയ ഇല്ലേ ആര് വായിൽ കിടന്ന് പടപടാന്ന് പോയിട്ട് വേണ്ട. ഇത് വൈറലാവാൻ എലിജിബിൾ ആണോ അല്ലയോ? അതില് മാംഗോ, പാഷൻ ഫ്രൂട്ട്, പോപ്പിംഗ് ആൻറ്റി ഇല്ലാത്ത ഒന്നുമില്ല. എരിവാലേ. അപ്പൊ എവനെ ഔട്ട് കേട്ടാ. എവനെ ഒരിക്കലും ഫുഡ് ബ്ലോഗർ ആവാൻ എലിജിബിൾ അല്ല. ഞാൻ അന്ന് നമ്മള് ഓൾറെഡി ടേസ്റ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞു. ആടേ ഇവനെ അടുത്ത് വെളി കളയടേ. ഫിക്സിൽ അമ്മാര് വിചാരിച്ചായിരുന്നു ഇതെന്തോന്നത്. അതാ വായില പൊട്ടണ സാധനം രസമാണ്. മറ്റേ പഴയ നമ്മളെ പോപ്പിംഗ് ആൻറ്റി ഇല്ലേ, മാജിക്. പണ്ട് ഗൾഫുകാരൊക്കെ കൊണ്ടുവരുന്ന സാധനം. പട്ട ഞാൻ ഇങ്ങനെ നാക്കിലിങ്ങനെ നാക്കി വെച്ചോണ്ടിരിക്കും. അത് നല്ല രസമാണ്. മധുരമൊക്കെ ഉണ്ട്. നല്ല മധുരം ഉണ്ടാവും സാധനം. ഇവക്ക് എന്തോ അസുഖമുണ്ട്. നീ എന്നാ ഉണ്ടാക്കി ഒരു കണ്ടന്റ് ആക്കി.
ഗൈസ് നമ്മളിന്ന് വൈകുന്നേരം ഇനി ജപ്പാൻ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ജാപ്പനീസ് ഫുഡ് അല്ലേടെ? ടോണിയുടെ അവിടെ എൻ്റെ ആദ്യത്തെ വ്ളോഗ് വിത്ത് ഇൻ ടോണീസ്. വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ ടോണിയുടെ കടയിലകത്ത് കയറിയിരിക്കുകയാണ്. ജപ്പാനിൽ നിന്ന് വന്ന സോഡ, ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന VST, ദുബൈയിൽ നിന്ന് വന്ന ഷാസ്, കൊച്ചിയിലുള്ള ഞാൻ, നമ്മളെ സ്വന്തം പയ്യന്റെ കടയിലാണ് കേസ് വന്നിരിക്കുന്നത്. സോ പറയണമല്ലോ, നമ്മളെ വ്ളോഗിൽ ഇന്റർനാഷണൽ ടീംസ് വന്നെന്ന് അറിയിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. പ്രോ പ്ലെയർ ആർച്ച വന്നിരിക്കുകയാണ്. ആർച്ചയുടെ ക്രഷ് ഉള്ള ഗെയിമേഴ്സ് എന്റെ ചാനലിലുള്ളവരൊക്കെ അയ്യോ ഇതാണ് ആർച്ച. അയ്യോ ഹലോ ഗൈസ്, ഷാനായി സിയർ. നാട്ടുകാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ, അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇവളെന്തിനാ കയറി വരുന്നത്? ഹലോ ഗൈസ്, ഇവിടെ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഗൈസ് ഹലോ. നമ്മളിവിടെ പതുക്കെ നമ്മൾ സംസാരിക്കുന്നു, നാട്ടുകാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ. എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട്, ഇവിടെ കിടന്ന് ആര് അലമ്പ് കാണിക്കുന്നതെന്നുണ്ട്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ ഗൈസ്, ശരി. ഫസ്റ്റ് ഡിഷ് വന്നിരിക്കുകയാണ് ബീഫ് ടറ്റാക്കി. കാറിന് ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല. സനിയുടെ മുമ്പെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. യമി കോള് എന്ന് നമ്മുടെ കോൺ ടെമ്പൂര സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരാൾക്ക് കിട്ടും, ശ്വാസ് കഴിക്കാതെ തന്നെ അവനില്ല, നമുക്ക് മാത്രം. ടെമ്പൂര സൂപ്പർ സാധനമാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഫ്രൈഡ് ചിക്കൻ, ഇതിന്റെ ഒരു ക്രഞ്ച് ചെയ്യാൻ ആ ഉമ്മ എന്റേതാണ്, എന്റെ ട്രേഡ് മാർക്കാണ് നല്ല രസമുണ്ട്. ഞാൻ ചാവാൻ തീരുമാനിച്ചു ഗൈസ്. വലിയ കോമ്പറ്റീഷനാണ്. ഫാറ്റും ഒരു പീസും കൂടെ ഒരുമിച്ച്. ഗൈസ്, അങ്ങനെ എൻ്റെ റാമൻ വന്നിരിക്കുകയാണ്. സ്പൈസി മീസോ റാമൻ ആണ്, ചിക്കനാണ് എടുത്തേക്കുന്നത്. ഞാൻ പലതവണ കഴിച്ചിട്ടുണ്ട്, ബട്ട് ദിസ് ഇസ് സോ യം. കുറച്ച് നാളായി റാമൻ കഴിച്ചിട്ട്, അതുകൊണ്ട് ഒന്ന് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. എല്ലാവരും ബാക്കിയുള്ള സാധനങ്ങൾ ഇത് എവരുടേതാണ്. ഷോയു റാമൻ, അത് ഷോയു. ഇതവൻ്റെ പോർക്ക് റാമൻ. മീസോ, ഇതവരുടെ ഫ്രൈഡ് റൈസ്. എങ്ങനെ ഉണ്ടെന്ന് പറയാൻ ഞാൻ കഴിക്കട്ടെ ആദ്യം. പീനട്ടിന്റെ മണം ഉണ്ടല്ലോ.
ആദ്യം കുറച്ച് ബ്രോത്ത് ഒഴിച്ചോട്ടെ. ബ്രോത്ത് സെറ്റ് സാധനം. കിടു ബ്രോത്ത് സൂപ്പർ സാധനം. കഴിക്കട്ടെ. വീട്ടിലെ മാഗി ഒന്നും ഓ അടിപൊളി. അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയത്. ഒടുക്കത്തെ ഫ്ലേവർ സൂപ്പർ. സൂപ്പർ ടേസ്റ്റ് ഗൈസ്. ജാപ്പനീസ് ചീസ് കേക്ക് 1 സ്പൂൺ. ഓ സൂപ്പർ അല്ലേ? ഒരു രക്ഷയല്ല കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെട്ടു. എവളെന്തൊക്കെയാ കിടന്ന് പിച്ചുമ്പേമ. ഓ സാധനം എങ്ങനെയാടാ കഴിക്കുന്നത്? നീ മനസ്സിലാവില്ലടാ. ശാസ്ത്രം എനിക്ക് വേണ്ടേ? അമ്മ അതോ അതൊരു 1.5 പങ്കായി പോയല്ലോ അത്. ഇവിടത്തെ പങ്കെടുക്കുന്ന സോനു ഇവിടെ പങ്കില്ലേ? അവനോട് പറയേണ്ടി വരുമോ? ഹാപ്പി ആനിവേഴ്സറി ടു യു. ഹാപ്പി ആനിവേഴ്സറി ടു യു. ഹാപ്പി ആനിവേഴ്സറി ഷഹാന. എന്നാടാ മൈക്ക് കേക്കും വീട്ടിലുള്ള ഫുഡ് എല്ലാം കൂടെ അവന്റെ ഒരു കിഡ്നി അവൻ വിറ്റ്. ഇല്ല അവളെ എക്സൈറ്റ്മെന്റ് ആണ് അവള്. അതാണ് അവള് കാണിക്കുന്നത്. ഇങ്ങനെ കുഴപ്പമില്ല. തുറക്കുന്നതിന് പാവം കുഴപ്പമില്ല. ആ പാത്രമൊക്കെ എടുത്ത് മാറ്റ്. ചോറൊക്കെ തിന്ന പാത്രം മാറ്റിക്കോ. നീക്കോ എടി ഈ റൈസിന്റെ ബൗൾ ഇങ്ങോട്ട് നീക്കോ. സോനു ഭയങ്കര ടിപ് ടോപ്പ് ആണ് കേട്ടോ. അവൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവൻ ചെയ്യുള്ളൂ. പെർഫെക്ഷനിസ്റ്റ് ആണ് സോനു. എന്താണ് ഇതിനകത്ത്? ഷർട്ടാ? ബോക്സാ? എന്താണ് സാധനം? സോനു എന്താണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്റെ ഒരു ഇതില് വലിയൊരു നെക്ലസ് ആണെന്ന് തോന്നുന്നു. ബ്ലൂ ഗ്ലാസ് ആ ഗ്ലാസ് ആ ടിഷ്യൂ എല്ലാം കൂടെ ഇങ്ങോട്ട്. ഇതെന്തോ ചവറാണ്. എത്രയും ചവറ് അവിടെ എന്തോ ടിഷ്യൂ വെച്ച് മുഖം തുടച്ച ആൾക്ക് എന്നെ മൈക്കെടുത്ത് കളയല്ലേ. ആ ഓക്കെ. ഐഫോണാ? എന്തോടെ അതിൻ്റെ അകത്തൊരു വെള്ള കളർ മാക്കിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാം. ഷർട്ട് നോക്കിയേ. കിഡ്നി എത്ര എണ്ണം? കിഡ്നി 2 എണ്ണം ഉണ്ടോ നോക്കട്ടെ. എടി കാണിച്ചേ. ഓ മൈ ഗോഡ്, എന്തൊരു ഗിഫ്റ്റ് വേറെ ലെവൽ. ഓ മൈ ഗോഡ്. അത് പൊക്കി കാണിക്കടി. അല്ല അത് പൊക്കി കാണിക്കും. ഇതെടുത്ത് പൊക്കി കാണിക്കരുത്. എന്താണ് എടി ഇത് ഉപയോഗിക്കാൻ അറിയാവോ? പറയണമെന്നല്ല.
ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയോ? ഞാനിപ്പോഴും ടോർച്ച് ഫോണുള്ള യൂസ് മറ്റേ സ്നേക്കിന്റെ ഗെയിമുള്ളൂ. അങ്ങനെ ഷഹാരക്ക് ശാരിക്കൊരു വെൽക്കം ടു ദ ആപ്പിൾ ഫാമിലി. ഓ എവളെ അതുകൊണ്ടാണ് സെന്റ് തെരേസാസ് എന്ന് പറഞ്ഞു വിട്ടത്. കുറച്ച് ഓവറായിട്ട് തക്കടിക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഇനി ഒന്നും ചോദിക്കരുത്. ഇത് അവള് ചോദിച്ചു വാങ്ങിച്ചാണ് ഈ സാധനം. ഇനി ഒന്നും ചോദിക്കല്ലെന്നൊക്കെ ചെയ്യും. മാലി പോയിട്ട് എനിക്ക് വെള്ളത്തിൽ തള്ളു. ലാപ്ടോപ്പ് ചോദിച്ചു. ആ അങ്ങനെ ഞാൻ വെച്ച് അവന് മാലി കൊണ്ട് വെള്ളത്തിൽ കിട്ടുന്ന കേട്ടോ. സാരം വേണമെന്ന്. ലാപ്ടോപ്പ് ചീത്തേ. ഓ അങ്ങനെ സെറ്റ്. ലാപ്ടോപ്പ് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ വാവ്. നമ്മള് ഐഫോൺ ഫോബിയാസ് എടി നീ ഇവള് ഇനിയിപ്പോ പോയി എല്ലാം ചീത്തയാക്കുമല്ലോ ഓരോന്നായിട്ട്. ഐഫോൺ ഫോബിയസ് എന്നാണ് എടുത്താ. എന്തോ അതാവണ്ടല്ലോ മിസ്റ്റർ ഷാസ്. ആപ്പിൾ ലവർ ദോഹിക്കുന്നു. അതാ അത് ഡാഡി എന്നാണ് അവള് പറഞ്ഞത്. ഞാൻ ടാറ്റിയോ അതേ പുതിയ കഥയിൽ പുതിയൊരുത്തൻ ആരാണെന്ന് ഇങ്ങനെ ആലോചിച്ചാണ്. ടാറ്റി. ഓ എടാ ഇനിയിപ്പോ എല്ലാമാരും ടാറ്റി എന്ന് വിളിക്കും. എന്തായാലും കോൾ മീ ടാറ്റി. താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും ഒരു ഓസം ഡിന്നറിന് താങ്ക് യു സോ മച്ച്. എടാ ഞാൻ മാറി നീ പഴയതല്ല. എടാ അത് ആരാ ട്രെയിൻ ചെയ്തെന്ന് അറിയൂടെ? കാർത്തിക് സൂര്യ അവനാണ് ട്രെയിൻ ചെയ്ത് ഇറക്കിയത്. അതുകൊണ്ട് അടിക്കാൻ പോണ പോലെ പോന്നു. അതെ അവന്റെ ഡ്രീം അവൻ പൂവണിയിച്ചു. എവനും ഒരു ഇൻട്രോവേർട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് എവൻ വെളിയിലൊന്നും വരാറില്ല അധികം. അതെ ഞാനും ആയിരുന്നു. ബട്ട് നൗ ചേഞ്ച് ഗൈസ്. അപ്പൊ ശരി ബൈ ഗൈസ്. അവൾക്ക് മന്തി വേണോ ജാപ്പനീസ് റെസ്റ്റോറന്റിൽ വന്നിട്ട്? എവളെ ഞാൻ മന്തി വ്ളോഗിന് വെച്ചിട്ടുണ്ട്. അവളെ മന്തി എന്ന് പറഞ്ഞിട്ട് ഗെയിമില് സമ്മതിക്കൂല. വേറെ ദിവസത്തെ എവക്ക് മന്തി വാങ്ങിക്കാനല്ലേ? അല്ല എവക്ക് മന്തി വാങ്ങിക്കാൻ പയ്യന്മാര് സൂപ്പർ ചാറ്റ് അയച്ചിട്ടുണ്ട്. അത് വെച്ചേക്കാണ്. 4 കില്ല് 5 അൽഫാം മന്തി. അതുകൊണ്ട് അതൊരു പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അത് നമ്മള് വ്ളോഗാകും. കണ്ടന്റ് ആണ് എനിക്ക്. ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് അവളെ കൊണ്ട് മന്തി കാണിക്കാൻ വേണ്ടി തിന്നാൻ പോകുന്നതിന്റെ വീഡിയോ. നടുക്കുഴക്കും ഭയങ്കരമായിട്ട് വൈറ്റ് ബാലൻസ് മാറും. ഫോണിന്റെ വൈറ്റ് ബാലൻസ് മാറുന്നുണ്ട് ഗൈസ്. മെറ്റിൽഡ കേക്കും പുൾമിയപ്പാണ്. അല്ല അത് പുള്ളിയപ്പാണോ? ആണോ? ഓ വാവ്. ഞാൻ അതെടുത്ത് എവിടെ വയ്ക്കും? മേശല്ല. ആ മറ്റേ അവളെ തലയെ കൂടെ വെച്ചോട്. ആർച്ചയുടെ തലയിൽ. അതെടുത്ത് അവളെ ഫ്രണ്ട് വെച്ചോട്. ആ കൊച്ചിനെ പോലെ ഇരിപ്പുണ്ടത് അവള്. ഈ കുട്ടി എന്താ ഇതുമായിട്ട് വല്ല വ്യത്യാസം എടാ ഈ കൊച്ചു വലുതായതാണ് ഇതായിരിക്കുന്നത്. കൈ കൊണ്ട് വാരി തിന്നടി. അത്രയും സ്നേഹമുള്ള ഷാസിനെ കണ്ടിട്ടില്ല. ഓ മൈ ഗോഡ്. ഇവിടെ എന്താണ് ഇവിടെ അടി കിടക്കുന്നത്? പയ്യ ദുബായിലുണ്ടടി പോൾസ് ദുബായിലുണ്ട്. എവക്ക് കിട്ടണില്ല കേട്ടാ. എവള് അവിടെ തോണ്ടി കളിച്ചോണ്ടിരിക്കുകയാണ്.
നിനക്ക് സന്തോഷമല്ലേ മറ്റോടം വരെ പോണ്ടേ എവിടാ ദുബായ് വരെ എവിടെ വരെ ഓ കിസ്സ ഞാനുണ്ട് ഗൈസ് ഇവിടെ ഒരു കേക്ക് ഉണ്ടായിരുന്നല്ലേ ഒരു സ്പൂൺ എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു ഡയറ്റ് ആണെന്നാണ് ശ്വാസം എടുത്തത് എല്ലാവരും ഡയറ്റ് ആരും കഴിക്കൂല ഇങ്ങനെ കിടക്കാം ബാറ്റ്മാൻ ആണ് കഴിച്ചെന്ന് പറയുമ്പോ ആദ്യമായിട്ടാണ് കഴിക്കണം അയ്യോ ഞാൻ ശ്വാസം കൊള്ളാം കേട്ടാ അടിപൊളി അടിപൊളി ഈ സാധനം നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാതെ പോകുന്ന എന്റെ കഴിക്കണുള്ള മൈക്കെടുത്ത് തിന്നണേ ആർച്ചയായിട്ട് പറയാൻ പറ്റില്ല നമ്മ തൊണ്ടേ കുടുങ്ങിയിട്ട് വേറെ എന്തൊക്കെയാ സൗണ്ട് ഒക്കെ ബട്ടർ പേപ്പർ ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടോ ലൈവായിട്ട് നിങ്ങൾ കണ്ടല്ലോ ഓ മൈ ഗോഡ് ഇപ്പൊ മനസ്സിലായി ഈ ഐസ്ക്രീം കടകളൊക്കെ എന്തുകൊണ്ടാണ് ലാഭത്തിൽ ഓടണേന്ന് ഇതേപോലത്തെ ആൾക്കാരുണ്ട് പേപ്പർ ബാക്കിയുണ്ടോ ഒരു മറ്റൽഡ കേക്ക് നമുക്കൊന്നും ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പോലും പറ്റില്ല അത് തല വെച്ചോടി ഇവളെന്താ ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് എല്ലാരും വീണ്ടും വന്നിരിക്കുകയാണ് എല്ലാരും വന്നിരിക്കുന്നു അപ്പൊ ശരി ഗൈസ് വീണ്ടും ഒന്നുകൂടി ബൈ ഐസ്ക്രീം കഴിച്ചതിന് ശേഷമുള്ള ബൈ അടുത്ത വ്ളോഗിൽ കാണാം ടാറ്റാ